കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങൾ അറിയിക്കുകയാണ്. ന്യൂ ഗ്രേസ് മിനിസ്ട്രിയുടെ ഈ യൂട്യൂബ് ചാനലിൽ കൂടി ഞങ്ങളുടെ പ്രസംഗം ശ്രമിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വന്ദനവും സ്നേഹവും അറിയിക്കുകയാണ്. ഈ വീഡിയോയിൽ ഞാൻ ഇന്ന് പ്രതിപാദിക്കുന്ന വിഷയം ചില വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ ഒരു ആനുകാലിക മാസികയുടെ മുന്നിൽ അതിൻ്റെ കവർ ചിത്രമായിട്ട് വളരെ മനോഹരമായിരിക്കുന്ന സുന്ദരമായിരിക്കുന്ന ഒരു കപ്പിൻ്റെ പടം കൊടുത്തിട്ട് അതിൻ്റെ അടിക്കുറിപ്പായിട്ട് ഇങ്ങനെ എഴുതി, ഈ സുന്ദരവും മനോഹരവുമായിരിക്കുന്ന ഈ കപ്പ് ഉടഞ്ഞു പോയാൽ ഇതിനെ ആർക്ക് പണിതെടുക്കുവാൻ കഴിയും? വളരെ കാലിക പ്രസിദ്ധമായിരിക്കുന്ന ഒരു ചോദ്യമാണ്. മനോഹരവും സുന്ദരവുമായിരിക്കുന്ന ആ കപ്പ് ഉടഞ്ഞു പോയാൽ ആർക്കെങ്കിലും പണിതെടുക്കുവാൻ കഴിയുമോ? നമ്മുടെ ജീവിതം മനോഹരമാണ്, സുന്ദരമാണ്. സുന്ദരമായിരിക്കുന്ന നമ്മുടെ ജീവിതങ്ങൾ തകർന്നു പോയി കഴിഞ്ഞാൽ അതിനെ പണിതെടുക്കുവാൻ ആർക്കെങ്കിലും കഴിയുമോ? ഇതൊരു കപ്പിനെ കുറിച്ചുള്ള ചിന്തയല്ല. കേവലം മനുഷ്യനായിട്ട് ജീവിതത്തിൽ സുന്ദരമായിട്ട് മനോഹരമായ നിമിഷങ്ങളുള്ള വ്യക്തികൾ ഏതെങ്കിലും സംഭവങ്ങളിൽ കൂടി സാഹചര്യങ്ങളിൽ കൂടി തകർന്നു പോയി കഴിഞ്ഞാൽ മടങ്ങി വരിക എന്നത് വളരെ പ്രയാസകരമായിരിക്കുന്ന ഒരു കാര്യമാണ്. നമുക്കറിയാം, നല്ല കുടുംബങ്ങൾ, സ്നേഹമുള്ള സന്തോഷമുള്ള മാതാപിതാക്കളുള്ള കുടുംബങ്ങൾ ചില സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ തകർന്നു പോയ ചരിത്രം നമുക്കറിയാം. അപ്പനോ മകനോ ആരെങ്കിലും മദ്യവും ലഹരിയും ഉപയോഗിക്കുകയാണെങ്കിൽ ആ കുടുംബം തകരുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. അതുമല്ല എങ്കിൽ ജീവിതത്തിൽ നല്ലൊരു വ്യക്തി അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളും മോഹങ്ങളും ആഗ്രഹങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഏതെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ തകർന്നു പോകുന്നതായി നമുക്ക് കാണാൻ കഴിയും. അതല്ലെങ്കിൽ ഒരു ആത്മീയനായിരിക്കുന്ന വ്യക്തി തൻ്റെ സഭയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു വ്യക്തികളിൽ നിന്നോ നേരിടുന്ന തിക്തമായ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ജീവിതം തകർന്നു പോകുന്ന അനുഭവങ്ങൾ കാണുവാൻ കഴിയും. ഒരു കർത്താവിൻ്റെ ദാസൻ അല്ലെങ്കിൽ സുവിശേഷ വേലയിൽ ദൈവത്തിൻ്റെ ദാസൻ അർഹിക്കുന്ന അംഗീകാരങ്ങളോ അർഹിക്കുന്ന പ്രതിഫലമോ അല്ലെങ്കിൽ ലഭിക്കേണ്ട സ്ഥാനമാനങ്ങളോ ലഭിക്കാതെ അതുപോലെ ജീവിതത്തിൽ ഒറ്റപ്പെടുന്ന വിശ്വാസികളിൽ നിന്ന് കൂട്ടു ദൈവദാസന്മാരിൽ ഉണ്ടാകുന്ന മാനസിക പ്രയാസങ്ങളിൽ തകർന്നു പോകുന്ന ധാരാളം പേരുണ്ട്. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് തകർക്കുവാൻ ശ്രമിക്കുന്ന, നമ്മെ ഇല്ലാതാക്കുവാൻ ശ്രമിക്കുന്ന ഒരു സമൂഹത്തിലാണ് നാം ആയിരിക്കുന്നത്. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഏതെങ്കിലും വിഷയത്തിൽ ഒരുപക്ഷെ നിങ്ങളെക്കുറിച്ചുള്ള അപവാദം കൊണ്ടായിരിക്കാം, ഒരുപക്ഷെ നിങ്ങൾ ഒറ്റപ്പെടുന്നത് കൊണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത പ്രതികൂലങ്ങളുടെ നടുവിൽ നിങ്ങൾ ഒരു തകർന്ന ഒരു മനുഷ്യരാണെങ്കിൽ നിങ്ങളെ ദൈവത്തിന് ആവശ്യമുണ്ട്. കാരണം തകർന്നിരിക്കുന്ന മനുഷ്യനെ ദൈവത്തിന് പണിയുവാൻ കഴിയും. നമ്മുടെ ജീവിതത്തിൻ്റെ തകർച്ചയുടെ നടുവിൽ ദൈവകരത്തിലേക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുത്താൽ സുന്ദരവും മനോഹരവുമായ രീതിയിൽ ദൈവം നമ്മെ പണിതെടുക്കുവാനായിട്ട്. നിങ്ങൾ ചിന്തിക്കുക, നമ്മൾ കാണുന്ന കാഴ്ചയിൽ മനോഹരമായിരിക്കുന്ന പാറകൾ നമ്മൾ കാണാറുണ്ട്. പടുകുറ്റൻ പാറകൾ ഉയർന്നു നിൽക്കും. വളരെ ശ്രദ്ധിക്കണമേ, ഈ പാറ ഒരിക്കലും ഒരു മനോഹരമായ കെട്ടിടത്തിൻ്റെ പണിക്ക് വേണ്ടി ഉപയോഗിക്കാൻ കഴിയത്തുമില്ല. എന്നാൽ ആ പാറ തകർന്നു കഴിഞ്ഞാൽ ആ തകർന്ന പാറയിൽ നിന്ന് മനോഹരമായിരിക്കുന്ന ഒരു സൗധത്തെ പണിതെടുക്കുവാൻ കഴിയും. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നലകൾ നേരിട്ട തകർച്ചകൾ, ഇന്നലകൾ നിങ്ങളുടെ ജീവിതത്തിൽ ആഞ്ഞടിച്ച കൊടുങ്കാറ്റുകൾ, ഇന്നലെ നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ പ്രതിസന്ധികൾ നിങ്ങളെ പണിതെടുക്കുവാൻ ദൈവം അയച്ച മുഖാന്തരങ്ങളാണ്. വളരെ ശ്രദ്ധിക്കുക, മനസ്സും ഹൃദയവും തകർന്നവരെ യഹോവ രക്ഷിക്കുന്നവനാണ്. നമ്മുടെ തകർച്ചകളെ മാറ്റി ജീവിതത്തിൽ ഒരു പുതു സൃഷ്ടിയാക്കി മാറ്റി ദൈവം ആഗ്രഹിക്കുന്ന മാനപാത്രമാക്കി മാറ്റുവാൻ ദൈവത്തിനു കഴിയും. അതുകൊണ്ട് ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും വിധത്തിൽ തകർന്നിരിക്കുകയാണെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. അവൻ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുവാനിടയായി. നമ്മുടെ തകർച്ചകളെ മാറ്റുവാൻ, നമ്മുടെ പ്രതിസന്ധികളെ മാറ്റുവാൻ കാൽവരിയുടെ കുലക്കളത്തിൽ തൻ്റെ ശരീരത്തെ തകർച്ചയ്ക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത് പ്രാണയാഗമായി തീർന്ന യേശു ക്രിസ്തു അവൻ്റെ അടിപ്പിടകളാൽ നമുക്ക് സൗഖ്യം നൽകിയവൻ നമ്മുടെ ജീവിതത്തിലെ സകല തകർച്ചകളിൽ നിന്നും രക്ഷിപ്പാൻ കഴിയും. നിങ്ങളുടെ ജീവിതത്തിൽ എത്ര വലിയ തകർച്ചയിലാണെങ്കിലും ദൈവത്തിൻ്റെ കരത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുക. അവൻ നിങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ ഇടയായിത്തീരും.